ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവടുവെച്ച് നിൽക്കുന്നു. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ആ പുരോഗതിക്ക്, വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ എന്ന് ഞാൻ പറയുന്നത് ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. പക്ഷേ LDF-നോടൊപ്പം തന്നെ LDF-നെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണം, നാടിന് പുരോഗതി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ജനത്തിന് വ്യക്തമായ അനുഭവമുണ്ട്. ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് LDF-ന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിന്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഒരു തരത്തിലുള്ള അവ്യാകൃതങ്ങളും LDF ആകുമ്പോൾ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDF-ന്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയിട്ടുള്ളത്. ഇത് മറ്റേതെങ്കിലും കൂട്ടർക്ക് കഴിയില്ല എന്നും അവർ കാണുകയാണ്. അതോടൊപ്പം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് തടസ്സമായി വരത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്.